അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസ്സലാമു അലാ ഇബാദിഹി അമ്മാ ബഅദ്. റാഹത്തല്ലേ? അൽഹംദുലില്ലാഹ്. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അല്ലാഹു ഖൽബ് നിറച്ച് ദുആ ചെയ്തവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, ഇതിനെ ആഗ്രഹിക്കുന്നവർ, അൽഹംദുലില്ലാഹ് എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. പരിശുദ്ധമായ റജബ് എന്ന മാസത്തിൽ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഇന്ന് തിങ്കളാഴ്ചയാണ്. എല്ലാ തിങ്കളാഴ്ച ദിവസങ്ങളും ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദ്രി എന്ന ചാനലിലൂടെ നമ്മൾ പഠിക്കുന്നത് ചരിത്ര പഠനമാണ്. ചരിത്രങ്ങൾ പഠിക്കുന്നതിനാണ്, വെറുതെ ചരിത്രം കേട്ടു പോകലല്ല. അള്ളാന്റെ റസൂൽ പറഞ്ഞു, ദിക്റുൽ അംബിയായി ഇബാദത്തുൻ. അംബിയാക്കന്മാരുടെ ചരിത്രങ്ങൾ പഠിക്കലും പറയലും കേൾക്കലും എല്ലാം ഇബാദത്തുൻ, സുന്നത്ത് നമസ്കാരത്തിന്റെ കൂലിയാണ്. സ്വാലിഹീൻ, മഹാന്മാരെ കുറിച്ച് പറയൽ, സ്വാലിഹീങ്ങളെ കുറിച്ച് കേൾക്കൽ, ഔലിയാക്കന്മാരെ കുറിച്ച് പറയൽ, സ്വഹാബാക്കളെ കുറിച്ച് കേൾക്കൽ എല്ലാം കഫാറത്തു ദുനൂബ്, പാവങ്ങളെ പൊറുപ്പിക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു പാവങ്ങളെ പൊറുക്കാൻ ഈ സദസ്സ് ഒരു കാരണമാക്കി അള്ളാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് മഹാനായ സഅദ് റളിയല്ലാഹുവിന്റെ സുന്ദരമായ ജീവിത ചരിത്രമാണ്. പ്രധാനപ്പെട്ട ഒരു സ്വഹാബിയാണ് സഅദ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ മണിയറയിൽ നിന്നും മണ്ണറയിലേക്ക് പോയ വിവാഹത്തിന്റെ തലേന്ന് നമുക്കറിയാവുന്ന ചരിത്രമായിരിക്കാം. എന്നാലും ഇൻഷാ അല്ലാഹ് ആ മഹാന്റെ സ്മരണ നമുക്ക് നയവിറക്കാം. അള്ളാഹു ഭാഗ്യം നൽകിയിരിക്കുമാറാകട്ടെ. മുത്തുനബിതങ്ങൾ ഏറെ കരഞ്ഞ, സ്വഹാബത്ത് ഏറെ കരഞ്ഞ, നബിതങ്ങൾ അത്ഭുതപ്പെട്ടു പോയൊരു വഫാത്തായിരുന്നു മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു. അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ മദീന പള്ളിയിൽ ഇരിക്കുമ്പോൾ നബിതങ്ങൾ പറഞ്ഞു, അന്നിക്കാഹു മിൻ സുന്നത്തി, നിക്കാഹിന്റെ സുന്നത്താണ്, അത് വലിയ പ്രതിഫലമാണ്. അങ്ങനെ ഒരാൾ നിക്കാഹ് പൂർത്തിയാക്കിയാൽ അവൻ ദീനിന്റെ മൂന്നിലൊന്ന് പൂർത്തിയാക്കിയവനെ പോലെയാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോൾ ഒരു സ്വഹാബി ഇരുന്ന് കരഞ്ഞു എന്നാണ്. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. നബിതങ്ങൾ ചോദിച്ചു, ആരാ അവിടെ കരയണേ? മഹാനായ സഅദ് റളിയല്ലാഹു മുന്നിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, ലബ്ബൈക വ സഅദൈക യാ റസൂലല്ലാഹ്. അള്ളാഹിന്റെ റസൂലെ, നിങ്ങൾക്ക് എന്നെ അറിഞ്ഞൂടെ? എനിക്ക് മുഖത്ത് വസൂരിക്കലയുള്ള വെള്ളപ്പാണ്ട് പോലെയുള്ള വസൂരി രോഗമുള്ള ആളാണ്. കാണാൻ കറുത്ത വിരൂപിയാണ്. കണ്ടാൽ എല്ലാവരും അങ്ങനെ നോക്കി പോകുന്ന, അല്ലെങ്കിൽ മുഖം മാറ്റുന്ന ഒരു എന്താ പറയാ, വിരൂപിയായ ഒരു മനുഷ്യനാണ് സഅദ് റളിയല്ലാഹു അൻഹു. പക്ഷെ ഖൽബ് ഈമാൻ കൊണ്ട് സ്ഫുടം ചെയ്ത മനുഷ്യനാണ് മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു. പറഞ്ഞു, നബിയെ, എനിക്ക് ഈ സുന്നത്തെടുക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് ആരും പെണ്ണ് തരുന്നില്ല. ഞാൻ ഈ മദീനയിൽ പോകാൻ ഇനി സ്ഥലങ്ങളൊന്നുമില്ല. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്പനേരം മിണ്ടാതിരുന്നു. എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞു, സഅദേ, നിനക്കൊരു പെണ്ണുണ്ട്, ഞാനൊരു പെണ്ണിനെ പറഞ്ഞു തരാം, നീ പോയി ചോദിക്ക്, ഞാൻ പറഞ്ഞു എന്ന് പറയും, നിനക്ക് വിവാഹം റെഡിയാകും. സ്വഹാബത്തിന് വല്ലാത്ത സന്തോഷം, സഅദ് റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത സന്തോഷം. കാരണം ഈ ഒരു സുന്നത്ത് കിട്ടുമല്ലോ, അല്ലാതെ പെണ്ണ് കിട്ടുമെന്ന് ആഗ്രഹമല്ല, അള്ളാഹുവിന്റെ ദീനിന്റെ മൂന്നിലൊന്ന് പൂർത്തിയാക്കാൻ കഴിയുമല്ലോ എന്ന നിയ്യത്താണ് അവർക്കൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ മഹാനായ സഅദ് റളിയല്ലാഹു ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, ആരാണ്? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, വഹബ് ബിൻ അംർ ബിൻ വഹബ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അംർ ബിൻ വഹബ് എന്ന് പറയുന്നയാൾ കോടീശ്വരനാണ്, സാമ്പത്തികമുള്ള ആളാണ്, വലിയ പ്രമാണിയാണ്. അദ്ദേഹത്തിന് ഒരു മകളുണ്ട്, പോയി ചോദിക്ക്. അംർ ബിൻ വഹബ് എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് അത്ഭുതപ്പെട്ടു പോയി. ഇത്രമാത്രം പ്രമാണിയായ, ഇത്രമാത്രം സമ്പത്തുള്ള ഒരു മനുഷ്യന്റെ മകളെ ഈ വസൂരിക്കലയുള്ള, വിരൂപിയായ, സൗന്ദര്യമില്ലാത്ത, പണമില്ലാത്ത ഈ മനുഷ്യൻ എങ്ങനെ വിവാഹം ചെയ്തു കൊടുക്കാൻ? എന്നാലും അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കല്ലേ. സഅദ് റളിയല്ലാഹു അൻഹു സന്തോഷത്തോടെ, ആനന്ദത്തോടെ ആ വീട്ടിലേക്ക് പോയി എന്നാണ്. അവിടെ ചെന്നപ്പോ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ചെന്നപ്പോ അംർ ബിൻ വഹബ് എന്നവർ വുളു എടുത്ത് ളുഹാ നമസ്കരിക്കാൻ വേണ്ടി അങ്ങോട്ട് പോവാണ്. ചോദിച്ചു, അല്ല സഅദേ, എന്തേ വന്നേ? ഒരു കാര്യം പറയാനുണ്ട്, ഇരിക്കിൻ, ഞാൻ നമസ്കരിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അംർ ബിൻ വഹബ് എന്നവർ നമസ്കരിക്കാൻ വേണ്ടി മുറിയിൽ പോയി എന്നാണ്. ആ നമസ്കാരിക്കാൻ വേണ്ടി അകത്തേക്ക് പോയപ്പോ എന്തോ ആവശ്യത്തിന് വേണ്ടി അംർ ബിൻ വഹബ് എന്നവരുടെ മകൾ അതുവഴി ഇങ്ങനെ പാസ് ചെയ്ത് പോയപ്പോ സഅദ് റളിയല്ലാഹു അൻഹു ഒന്നല്ലാതെ ഒന്ന് കണ്ടു. മനസ്സിന് വല്ലാത്ത സന്തോഷം, വല്ലാത്ത സന്തോഷം. ഇത്രയും സൗന്ദര്യവതിയായ ഒരു പെണ്ണിനെയാണ് അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് സമ്മാനമായി തന്നത് എന്ന് കരുതിയപ്പോൾ വലിയ സന്തോഷം. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മഹാനായ അംർ ബിൻ വഹബ് റളിയല്ലാഹു അൻഹു കടന്നു വന്നു. ചോദിച്ചു, അല്ല, എന്തിനാ കടന്നു വന്നത്? പറഞ്ഞു, ഞാൻ എൻ്റെ ഹബീബ് പറഞ്ഞിട്ടാണ് വന്നത്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ള പറഞ്ഞിട്ടാണോ വരിക? എന്തേ കാരണം? അംർ ബിൻ വഹബ് എന്നവരോട് പറഞ്ഞു, ഞാനൊരു വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഒരു പെണ്ണിനെ എനിക്ക് വേണം, ഒരു പെണ്ണിനെ അല്ലാഹുവിന്റെ റസൂൽ നിയോഗിച്ചിട്ടുണ്ട്, തീരുമാനിച്ചിട്ടുണ്ട്, അതൊന്ന് അറിയിക്കാൻ വേണ്ടി വന്നതാണ്. അംർ ബിൻ വഹബ് പറഞ്ഞു, എന്താണ് എന്നെ കൊണ്ട് ആവശ്യം? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ കാര്യമല്ലേ,
അത് പ്രശ്നമില്ല, എവിടെയാണ് ഞാൻ കൂടെ വരേണ്ടത്, എന്താണ് ഞാൻ ചെയ്തു തരേണ്ടത്? ആ സമയത്ത് സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അംർ ബിൻ വഹബ് എന്നവരെ, നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ മകളെയാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് മരുമകനായി അല്ലെങ്കിൽ എനിക്ക് ഭാര്യയായി തീരുമാനിച്ചിരിക്കുന്നത്. അതുവരെ സംസാരിച്ചു കൊണ്ടിരുന്ന അംർ ബിൻ വഹബ് എന്നവർ വല്ലാതെ ദേഷ്യമായി, വല്ലാത്ത രോഷാകുലനായി പറഞ്ഞു, അള്ളാന്റെ റസൂലിന്റെ പേരിൽ നീ കള്ളം പറയുകയാണോ? എന്റെ ഹബീബ് ഇങ്ങനെ പറയൂല. വസൂരിക്കലയുള്ള സമ്പത്തില്ലാത്ത വിരൂപിയായ നിനക്കെങ്ങനെയാണ് എന്റെ കുടുംബത്തിൽ പെണ്ണ് ചോദിക്കാൻ വരിക? അള്ളാന്റെ റസൂലിന്റെ പേരിൽ കളവ് പറയുന്നവനാണോ എന്ന് പറഞ്ഞ് ആക്രോശത്തോടെ ദേഷ്യത്തോടെ സഅദ് റളിയല്ലാഹു അൻഹു പുറത്താക്കാൻ സഅദ് റളിയല്ലാഹു അൻഹു സങ്കടത്തോടെ നൊമ്പരത്തോടെ ഇലാ ഹളറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സങ്കടത്തോടെ വന്ന കാര്യം പറഞ്ഞു. എന്റെ പ്രിയമുള്ളവർ, ആ സമയത്ത് സഅദ് റളിയല്ലാഹു അൻഹു ചെന്ന വീട് അംർ ബിൻ വഹബ് എന്നവരുടെ മകൾ. ആ മകള് അംർ ബിൻ വഹബ് എന്നവരോട് ചോദിച്ചു, വാപ്പ ആരാണ് വന്നത്? ദേഷ്യം ഇങ്ങനെ മാറുന്നില്ല. സമയത്ത് പറഞ്ഞു, ഇവിടെ പലരും വരും, അത് നീ ചോദിക്കാൻ വരണ്ട. ഇന്ന് വരെ വാപ്പ മകളോട് അങ്ങ് ദേഷ്യപ്പെട്ടിട്ടില്ല. പക്ഷേ സഅദ് റളിയല്ലാഹു അൻഹു ദേഷ്യത്തിന്റെ ആ തീവ്രതയിൽ മകളോട് ദേഷ്യപ്പെട്ടു. ആ സമയത്ത് ചോദിച്ചു, ഇന്ന് വരെ പല ആളുകൾ വന്നിട്ടുണ്ട്, ഞാൻ ചോദിച്ചിട്ടില്ല. പക്ഷെ ഇവരുടെ വർത്തമാനം ഞാൻ കേട്ടു. എന്റെ ഹബീബാണ് പറഞ്ഞു വിട്ടത്, അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കിനെ ആരെങ്കിലും കളമാക്കിയാൽ, അള്ളാഹുവിന്റെ റസൂലിനെ ആരെങ്കിലും കള്ളമാക്കിയാൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കിനെ ധിക്കരിച്ചാൽ നരകമാണെന്ന് അറിയില്ലേ വാപ്പ? അതുകൊണ്ട് ആ മനുഷ്യന്റെ കൽബിൽ ഈമാനില്ലേ, അതുപോലെ അതുകൊണ്ട് അള്ളാഹിന്റെ റസൂലിന്റെ വാക്കിനെ ധിക്കരിച്ച് ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുന്നവരാകണോ നമ്മളെന്ന് മകളോട് പറഞ്ഞപ്പോഴാണ് ബോധം തിരിച്ചു കിട്ടുന്നത്. ഉടൻ തന്നെ സങ്കടത്തോടെ നൊമ്പരത്തോടെ മഹാനായ അംർ ബിൻ വഹബ് എന്നവർ ഇലാ ഹളറത്തി റസൂലില്ലാ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹളറത്തിലേക്ക് കടന്നു ചെന്നിട്ട് അള്ളാഹിന്റെ റസൂലിനോട് പറഞ്ഞു, അള്ളാഹിന്റെ റസൂലെ, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, നബിയെ നിങ്ങൾ പൊറുക്കണം, നിങ്ങൾ ക്ഷമിക്കണം. എന്തേ കാരണം എന്നറിയോ? ഞാന് എന്റെ മകളെ ഞാൻ വല്ലാതെ സ്നേഹത്തോടെയാണ് വളർത്തിയത്, ലാളനയോടെയാണ് വളർത്തിയത്. തലയിൽ വെച്ചാൽ പേനരിക്കും, കാലിൽ വെച്ച് തറയിൽ വെച്ചാൽ ഉറുമ്പരിക്കും എന്ന നിലയിൽ നല്ല നിലയിലാണ് വളർത്തിയത്. അങ്ങനെ സൗന്ദര്യമുള്ള എന്റെ പൊന്നുമോൾ, സമ്പന്നയായ എന്റെ പൊന്നുമോൾ, കുലീനയായ എന്റെ പൊന്നുമോൾ, തറവാടിത്തമുള്ള എന്റെ പൊന്നുമോൾ, ആ മകളെ ഈ വിരൂപിയായ സഅദ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി നബിയെ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രതികരിച്ചു പോയത്. എന്നോട് ക്ഷമിക്കണം നബിയെ. ഞാനിതാ പ്രഖ്യാപനം നടത്തുന്നു, ഈ നിമിഷം വേണമെങ്കിലും എന്റെ പൊന്നുമോളെ ഈ സഅദിന് വിവാഹം ചെയ്തു കൊടുക്കാൻ ഞാൻ തയ്യാറാണ് നബിയെ, അങ്ങയുടെ അനുവാദമുണ്ട് എങ്കിൽ. അള്ളാഹിന്റെ റസൂലിന് വല്ലാത്ത സന്തോഷമായി. അള്ളാഹിന്റെ റസൂല് അംർ ബിൻ വഹബ് എന്നവരോട് പറഞ്ഞു, അംറേ, നീ വലിയ കുടുംബമുള്ളവനല്ലേ, നീ വലിയ തറവാടിത്തമുള്ളവനല്ലേ, നീ എല്ലാവരെയും ക്ഷണിക്ക്, നമുക്ക് മറ്റൊരു ദിവസം തീരുമാനിക്കാമെന്ന് പറഞ്ഞു അവിടെ വെച്ച് ഡേറ്റ് തീരുമാനിക്കണം. സഅദ് റളിയല്ലാഹു അൻഹു വല്ലാത്ത സന്തോഷം. അള്ളാഹിന്റെ റസൂല് സഅദ് റളിയല്ലാഹു ചോദിച്ചു, സഅദേ, എന്റെ വിവാഹമാണ് ഇന്ന ദിവസം, അതിനുവേണ്ടി നീ ഒരുങ്ങണം. ആ സമയത്ത് അള്ളാഹിന്റെ റസൂലിനോട് പറഞ്ഞു, ലൈസ ലീ ദിർഹമുൻ വലാ ദീനാറുൻ, അള്ളാഹിന്റെ റസൂലെ, ഒന്നുമില്ല, സമ്പത്തൊന്നുമില്ല, മഹർ വാങ്ങാൻ പോലും എന്റെ പണമില്ല. അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, വിഷമിക്കണ്ട, നീ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചെന്ന് കാര്യം പറയും, ഞാൻ പറഞ്ഞിട്ടാ വരണമെന്ന് പറയും. ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുടെ വീട്ടിലേക്ക് ചെന്നു. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ പറഞ്ഞു, എന്റെ വിവാഹമാണ്, എനിക്ക് കുറച്ച് സാമ്പത്തിക സഹായം കടമായിട്ട് വേണം. എന്റെ ഹബീബ് പറഞ്ഞിട്ടാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്, ഇന്ന ഇത്ര രൂപ വേണമെന്ന് പറഞ്ഞപ്പോ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഅദിന് കടം തരാൻ എന്റെ കയ്യിൽ പൈസയില്ല. സഅദിന് പൈസ തരാൻ, കടമായി തരാൻ എന്റെ കയ്യിൽ പൈസയില്ല. സഅദ് റളിയല്ലാഹു അൻഹു സങ്കടമായി. പെണ്ണ് കിട്ടൂല എന്ന് കരുതി പെണ്ണ് കിട്ടി, ഇപ്പൊ പൈസയില്ല, ഇത് കാരണം എന്റെ വിവാഹം മുടങ്ങുമോ എന്ന വല്ലാത്ത സങ്കടത്തോടെ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ പുറകിൽ നിന്ന് വിളിക്കുകയാണ്, യാ സഅദ്, എങ്ങോട്ടായി പോകണേ? ഉസ്മാൻ ബിൻ അഫ്ഫാൻ നിങ്ങൾ ഓടി വന്നു പറഞ്ഞു, ഞാൻ നിങ്ങളോട് പൈസ ചോദിച്ചപ്പോ നിങ്ങൾ കടമായി തരാൻ പൈസ എന്റെ കയ്യിൽ ഇല്ലെന്നല്ലേ പറഞ്ഞത്? ആ സമയത്ത് ചിരിച്ചുകൊണ്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ നിങ്ങൾ പറഞ്ഞു എന്നാൻ, സഅദേ, കടമായി തരാനില്ലെന്നാണ് പറഞ്ഞത്, അല്ല, ഞാൻ ഹദിയായി തരുന്നു. എന്റെ ഹബീബ് പറഞ്ഞു വിട്ടതല്ലേ, എന്റെ റസൂലുള്ള ഒരു കാര്യം പറഞ്ഞു വിട്ടാൽ എങ്ങനെയാണോ ഞാനതിനെ തള്ളാൻ കഴിയുക? എന്റെ റസൂലുള്ളാഹിന്റെ തൃപ്തിയാണ് എന്റെ തൃപ്തി എന്ന് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ പറഞ്ഞു എന്നാണ്. എന്റെ പ്രിയമുള്ളവർ, അത്രമാത്രം ഹബീബിനെ സ്നേഹിച്ചവരാ സ്വഹാബത്ത്. അൽഹംദുലില്ലാ, നമുക്കതുപോലെ പ്രണയിക്കാൻ ഭാഗ്യം തരട്ടെ. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു സന്തോഷത്തോടെ മദീന പട്ടണത്തിലേക്ക് പോയി. മഹർ വാങ്ങാൻ, വസ്ത്രം വാങ്ങാൻ, സുഗന്ധങ്ങൾ വാങ്ങാൻ, വീട്ടു സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴാണ്, സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് മദീനയിൽ വിളംബരം കേൾക്കുന്നത്. അള്ളാഹിന്റെ റസൂലും സ്വഹാബത്തും മുഅത്തദ് എന്ന് പറയുന്ന യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്നു, വരുന്നവരൊക്കെ തയ്യാറാവുക. ആ സമയത്ത് സഅദ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, പടച്ചവനെ, നാളെ എന്റെ വിവാഹമാണ്, നാളെ കല്യാണമാണ്, മണിയറയിലേക്ക് പോയി സുഖാസ്വദനങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ, ഒരു കുടുംബജീവിതം നയിക്കുന്നതിനേക്കാൾ നല്ലത് എന്റെ ഹബീബ് യുദ്ധത്തിൽ പോകുമ്പോൾ ഞാൻ എങ്ങനെയാണ് സുഖിക്കുക, ഞാൻ എങ്ങനെയാണ് ആനന്ദിക്കുക, ഞാൻ എങ്ങനെയാണ് സന്തോഷവാനാവുക? എന്റെ ഹബീബിന് എന്തെങ്കിലും പറ്റിയാലോ, ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ എന്റെ ഹബീബിന്റെ ദേഹത്തൊരു
തരി മണ്ണ് വീഴാൻ പാടില്ല എന്ന ചിന്തയോടെ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു സാധനങ്ങളെല്ലാം അവിടെ വെച്ചിട്ട്, വാങ്ങിയ സാധനങ്ങൾ അവിടെ വാങ്ങിയിട്ട്, ഒരു പരിചയും ഒരു വാളും മുഖംമൂടിയും കുപ്പായങ്ങളൊക്കെ വാങ്ങിയിട്ട് യുദ്ധത്തിന് വേണ്ടി തയ്യാറാവുകയാണ്. പിറ്റേന്ന് കല്യാണമാണ്. ആ യുദ്ധം തുടങ്ങിയപ്പോൾ ഒരു കുതിരപ്പുറത്ത് ഒരു പടയാളി, മുഖം മറച്ചൊരു പടയാളി ശരവേഗത്തിൽ, മിന്നൽ വേഗത്തിൽ കടന്നു വരാണ്. ശത്രുക്കളെയെല്ലാം ഇഞ്ചിഞ്ചായി വെട്ടിനിരത്തുന്നു. സ്വഹാബത്ത് പലരും ചിന്തിച്ചത് മലക്കാണോ എന്ന് ചിന്തിച്ചു പോയി. പ്രിയമുള്ളവരെ, യുദ്ധം കഴിഞ്ഞു. ഓരോ മയ്യത്തുകൾ ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുഖം മൂടി മാറ്റിയപ്പോൾ സ്വഹാബത്ത് അത്ഭുതപ്പെട്ടു പോയി. പുതിയാപ്പിളയാകാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ശത്രുവിന്റെ വെട്ടേറ്റ് വഫാത്തായി കിടക്കുന്നു, ഷഹീദായി കിടക്കുന്നു. റസൂലുള്ളാഹ് ഓടി വന്നു. മുഖം കണ്ട് റസൂലുള്ളാഹ് കരഞ്ഞു. സഅദേ, നീ എന്ത് പണിയാണി കാണിച്ചത്? നിന്നെ കാത്ത് മണിയറയിൽ വിവാഹത്തിന്റെ സുദിനത്തിൽ ഒരു പെണ്ണ് കാത്തിരിക്കുകയല്ലേ? ഞാൻ നിനക്ക് വിവാഹത്തിന് മാർഗമുണ്ടാക്കി തന്നതല്ലേ? എന്തിനാ നീ വന്നത് എന്ന് ചിന്തിച്ച് റസൂലുള്ളാഹ് കരഞ്ഞു എന്നാണ്. റസൂലുള്ളാഹിന്റെ പ്രിയമുള്ളവരെ ഖബറടക്കാൻ വേണ്ടി ആ മയ്യത്ത് സഅദ് റളിയല്ലാഹു അൻഹു മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെച്ചപ്പോൾ റസൂലുള്ളാഹ് കണ്ണ് പൊത്തി എന്നാണ്. സ്വഹാബത്ത് ചോദിച്ചു, എന്തേ നബിയെ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മണിയറയിൽ നിന്ന് മണ്ണറയിലേക്ക് കടന്നു പോകുന്ന മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ സ്വീകരിക്കാൻ ഹൂറിലീങ്ങൾ, സ്വർഗീയ ഹൂറിലീങ്ങൾ തമ്മിലടിക്കുന്നത് ഞാൻ കണ്ടു. സ്വഹാബ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. ഹൂറിലീങ്ങൾ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്തിന് വേണ്ടി തമ്മിലടിക്കാൻ എനിക്ക് വേണമെന്ന് പറഞ്ഞ്, മാത്രമല്ല അതിനിടയിൽ ഒരു ഹൂറിലീന്റെ ഔറത്ത് ചെറുതായി ഞാനൊന്ന് കണ്ടു. അത് കാരണമാണ് ഞാൻ എൻ്റെ കണ്ണ് ചിമ്മിക്കളഞ്ഞത് എന്ന് ആരംഭപ്പൂവായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശാലമായ ചരിത്രത്തിന്റെ പ്രധാന ഭാഗങ്ങളാണ് ഞാൻ പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? ദീനിനു വേണ്ടി, മുത്തുനബി തങ്ങൾക്ക് വേണ്ടി, പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി, എല്ലാ റബ്ബിന് വേണ്ടി കൊടുത്തവർ. റളിയതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ. ആ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ജീവിച്ചവരാണ്. അള്ളാഹു അവരുടെ പൊരുത്തം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മഹാന്റെ ചരിത്രം, ബദറിൻ തീരം എന്ന ആത്മീയ മജ്ലിസിൽ ഇതുപോലെയുള്ള മഹാന്മാരുടെ ചരിത്രം വിശാലമായി പാട്ടിന്റെ ഈണത്തിൽ ഇൻഷാ അല്ലാഹ് പാടി പറയുന്ന മജ്ലിസാണ് ബദറിൻ തീരം. അല്ലെ, എന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ചാനലിന്റെ. അതിൽ നോക്കിയാൽ മഹാനായ പടക്കളത്തിലെ പുതുമണവാളൻ എന്ന മനോഹരമായ വിഷയം കാണാം. ഒരുപാട് ചരിത്രങ്ങൾ കാണാം. ഇൻഷാ അല്ലാഹ് എല്ലാ തിങ്കളാഴ്ചയും അതിൽ നിന്ന് ചില ഭാഗങ്ങളാണ് ഇതിൽ നമ്മൾ പഠിക്കുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പുതിയൊരറിവുമായി കണ്ടുമുട്ടാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട് പുതിയൊരറിവുമായി. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. നിങ്ങൾ ദുആരക്കിൻ ഇൻഷാ അല്ലാഹ്. ഊസിക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.